ഹലോ ആൻഡ് വെൽക്കം ടു മോംസ് ഹെൽത്തി പ്ലേറ്റ്. എൻ്റെ പേര് ഖദീജ നസ്രിൻ. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് നാളായിട്ട് ആക്റ്റീവാണ്. പക്ഷേ യൂട്യൂബിൽ കുറേ നാളായി വിചാരിക്കുന്നു ഒരു വീഡിയോ ചെയ്യണമെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതാണ് ഇത്രയും നാൾ ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ശരിയാവണമെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ വർക്കിംഗ് അല്ലാത്തൊരു ദിവസം ഞാൻ എങ്ങനെയാണ് എൻ്റെ ബേബിയുടെ കൂടെ സ്പെൻഡ് ചെയ്യണേ എന്നുള്ളതാണ്. ഇത് എൻ്റെ ഒരു യൂഷ്വൽ ഡേ ഇൻ മൈ ലൈഫ് അല്ല. കാരണം യൂഷ്വലി ഞാൻ രാവിലെ നേരത്തെ എണീക്കാറുണ്ട്, ജിമ്മിൽ പോകാറുണ്ട്, അങ്ങനെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ആക്ച്വലി ഒരു ലേസി ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. അപ്പോൾ രാവിലെ ഇച്ചിരി ലേറ്റായിട്ടാണ് ഞാൻ എണീറ്റിട്ടുള്ളത് തന്നെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അപ്പം ഉണ്ടാക്കുന്ന സമയം കൊണ്ട് എൻ്റെ ബ്രദറിൻ്റെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കണുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ബേബി എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവന് നോർമലി രാവിലെ എണീറ്റ ഉടനെ തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡാണ് ചെയ്യാറ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനൊന്നും കഴിയാത്തതുകൊണ്ട് ഹസ്ബൻഡ് അപ്പവും മീൻകറിയാണ് കഴിക്കുന്നത് തലേ ദിവസത്തെ. ഇവൻ്റെ ഒരു സ്വഭാവം എന്താണെന്നറിയോ, അവൻ്റെ അബ്ബ കഴിക്കുന്ന സമയത്ത് അവനക്കും കഴിക്കണം. ഇത് കണ്ടില്ലേ, കുറേ അപ്പം കരിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിൽ അങ്ങോട്ടും കൊണ്ടൊക്കെ പോയിട്ട് കുറേ അപ്പം കരിഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടുണ്ട്. എസ്ദൂന് ഒറ്റക്ക് കഴിക്കാനാണ് അവനക്ക് കൂടുതലിഷ്ടം. അപ്പോൾ അവന് ചെറിയതാവുമ്പോൾ തൊട്ടേ അവൻ ഒറ്റക്ക് കഴിച്ച് നമ്മൾ ശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഓൾമോസ്റ്റ് ഒരു 8 months ആയപ്പോൾ തൊട്ടേ അവന് ഒറ്റക്കാണ് കഴിക്കുന്നത്. പിന്നെ ഒരു 1.5 year ആയപ്പോൾ തൊട്ട് പിന്നെ അവൻ കുറച്ച് പിക്കി ആവാൻ തുടങ്ങി. ഒരു പിക്കി ഈറ്റർ ആവാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഞാൻ കുറച്ച് വാരി കൊടുക്കെല്ലാം പരിപാടിയൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതിന് മുമ്പ് അവന് എല്ലാം ഒറ്റക്ക് തന്നെ കഴിച്ചായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി അവൻ അത്ര വലിയ ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ ആൾ കുറച്ച് ഹെസിസ്റ്റൻ്റ് ആണ്. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ ഞാൻ മെഷർ ചെയ്തിട്ടാണ് കഴിക്കാറ്. അത് കുറച്ച് നാളായിട്ട് എനിക്കുള്ളൊരു ശീലമാണ്. നമ്മൾ കലോറി ഡെഫിസിറ്റിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ മെഷർ ചെയ്തിട്ടാണ് എടുക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അപ്പവും മുട്ട റോസ്റ്റും പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും വെജിറ്റബിൾസും കൂടെ ഞാൻ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു കാർബ് സോഴ്സ്, ഒരു പ്രോട്ടീൻ സോഴ്സ് ആൻഡ് സം വെജിറ്റബിൾസ് എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ വെജിറ്റബിൾ സോഴ്സായിട്ട് ക്യൂക്കമ്പറാണ് എടുക്കുന്നത്. അപ്പോൾ അവന് കണ്ടില്ലേ, അവനക്ക് ഇഷ്ടമില്ലാത്ത ഫുഡാണെന്നുണ്ടെങ്കിൽ പിന്നെ അവനതിട്ട് കളിക്കാൻ തുടങ്ങും. അപ്പോൾ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അതാണ് നോർമലി ചെയ്യാറ്. പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നാലെ നടന്ന് കൊടുക്കാൻ നോക്കും. എന്നിട്ടും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അവന് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കില്ല കൊടുക്കുക, ഒരു ഹെവി മോർണിംഗ് സ്നാക്കായിരിക്കും നമ്മൾ കൊടുക്കുക. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവൻ്റെ ഫേവറേറ്റ് ആക്ടിവിറ്റി ആക്ച്വലി വരക്കലാണ്. അപ്പോൾ നമ്മളെ ഇരുത്തി അവനക്കിഷ്ടമുള്ള ക്യാരക്ടേഴ്സൊക്കെ വരപ്പിക്കലാണ് അവൻ്റെ പരിപാടി. നമുക്ക് ആക്ച്വലി ബോറടിക്കും, പക്ഷെ അവനക്കൊരു ബോറടിയുമില്ല. ആനനെ വരച്ച് എനിക്കിപ്പോൾ ആനനെ വരയ്ക്കാൻ ഞാൻ എക്സ്പേർട്ടായി. ഇന്ന് നല്ല മഴ ഉള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ എസ്ദൂന് മഴ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങണം. ഞാൻ ആക്ച്വലി കുടമൊക്കെ പിടിച്ച് ഇറക്കാൻ നോക്കും, പക്ഷേ അവന് മഴയത്ത് കളിക്കണം. കുറേ പേര് എന്നെ ചീത്ത പറയാറുണ്ട്, കുട്ടീനെ മഴയത്ത് ഇറക്കി കളിപ്പിക്കരുത്, അവർക്ക് പനി വരും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ബേബീസ് ആക്ച്വലി എല്ലാം അവർ എക്സ്പീരിയൻസ് ചെയ്ത് വളരണ്ടേ, എന്നാൽ മാത്രമാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ വളരുള്ളൂ. ഈ സമയം കൊണ്ട് സ്നേഹ കിച്ചണൊക്കെ നല്ല നീറ്റാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ കിച്ചണിലേക്ക് കയറാൻ ഒരു സന്തോഷം. അപ്പോൾ ഞാനിന്ന് ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്തത് ഫിഷ് ഫ്രൈ ചെയ്യാം, സാമ്പാർ ഉണ്ടാക്കാം, പിന്നെ കോവക്ക ഉപ്പേരി വെക്കാം. അതാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ. പിന്നെ ചോറുണ്ടായില്ല, അപ്പോൾ ചോറ് വെക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. കുറച്ച് നാളായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഗ്രീൻ വെജിറ്റബിൾ എസ്ദൂന് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് എല്ലാ ദിവസവും. പക്ഷെ അവൻ കഴിക്കണതൊക്കെ കണക്കാണ്. നമ്മൾ ചോറിലൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കുന്നല്ലാണ്ട് എല്ലാ ദിവസവും കഴിക്കുന്നില്ല.
അപ്പോൾ കുറച്ച് നാളായിട്ട് എസ്ദുവിന് ഒരു കാലുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ്, അതുകൊണ്ടായിരിക്കാം ഈ കാലുവേദന. അപ്പോൾ അങ്ങനെ ഡോക്ടർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മോൻ വെജിറ്റബിൾസൊക്കെ കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കഴിക്കാറുണ്ട്. അവൻ അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ കഴിക്കാറുണ്ട്, ക്യാരറ്റും പൊട്ടറ്റോയും ബീട്രൂട്ടൊക്കെ അവൻ കഴിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, അതൊന്നുമല്ല വെജിറ്റബിൾസായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്, വൈറ്റമിൻ ഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഗ്രീൻ കളർ നമ്മളെ നാട്ടിലുണ്ടാവുന്ന വെജിറ്റബിൾസാണ്. ലൈക്ക് കോവക്ക, അമരപ്പയർ, പിന്നെ സാധാ നമ്മുടെ നോർമൽ നീണ്ട പയറില്ലേ അത്, ചീര, ഇങ്ങനത്തെ ഭക്ഷണങ്ങളാണ്, ഇങ്ങനത്തെ ഗ്രീൻ വെജിറ്റബിൾസാണ് നമ്മൾ വൈറ്റമിൻ ഡി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ബേബീസിന് ആക്ച്വലി കൊടുക്കേണ്ടത് അത്രേ. അത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. പിന്നെ സാമ്പാറിന് ഞാൻ ആക്ച്വലി ക്യാരറ്റും പൊട്ടറ്റോയും ഇച്ചിരി അധികം എടുക്കുന്നുണ്ട്. ബിക്കോസ് എസ്ദുവിന് വെജിറ്റബിൾസിൽ കഴിക്കാൻ അത് രണ്ടും ആണ് കൂടുതൽ ഇഷ്ടം. പിന്നെ വെള്ളരി അവൻ കഴിക്കും, വെജിറ്റബിൾ കറിയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളരി കഴിക്കാറുണ്ട്. അപ്പോൾ അവനക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കൂടുതൽ ഞാൻ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് നമ്മുടെ ലഞ്ചിൽ. എസ്ദുവിന് ഇന്ന് മോർണിംഗ് സ്നാക്കായിട്ട് നമ്മൾ ആപ്പിളാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നോർമലി അവന് എന്തെങ്കിലും ഒരു സീസണൽ ഫ്രൂട്ടാണ് സ്നാക്കായിട്ട് കൊടുക്കാറ്, ആപ്പിളോ പോംഗ്രനേറ്റോ പപ്പായോ അങ്ങനെ എന്തെങ്കിലും. അതിൻ്റെ കൂടെ ചിലപ്പോൾ നട്ട്സ് എന്തെങ്കിലും കൊടുക്കാറുണ്ട്. ഇനി അവനക്ക് അങ്ങനെ ഒരു കഴിക്കാൻ മൂടിയില്ലെങ്കിൽ അത് പാലൊഴിച്ചിട്ട് ഷേക്ക് പോലെ ആക്കിയിട്ട് അങ്ങനെയും കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ അവൻ്റെ സ്ക്രീൻ ടൈമും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം ഒരു മൈൻഡും ഇല്ല ചെക്കന്. ഞാനും ഫ്രൂട്ട്സ് തന്നെയാണ് കഴിക്കാറ് മോർണിംഗ് സ്നാക്കായിട്ട്. പക്ഷേ ഇന്നിപ്പോൾ ഇത്രയും അടിപൊളി മഴ പെയ്യുമ്പോൾ നല്ല പാലിൽ അടിപൊളി കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ എനിക്ക് തോന്നി. അപ്പം ഞാൻ കാപ്പിയൊക്കെ കുടിച്ച് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ സാമ്പാർ പൊടി ഇടലൊക്കെ എനിക്കൊരു കൈക്കണക്കാണ്. എനിക്ക് കറക്റ്റ് ചെയ്ത ഒരളവൊന്നും അറിയില്ല. എൻ്റെ ഉമ്മൊക്കെ സാമ്പാർ ഉണ്ടാക്കിയതിന് ശേഷം, അതായത് വെജിറ്റബിൾസൊക്കെ വെന്തതിന് ശേഷമാണ് സാമ്പാർ പൊടി ഇടാറ്. പക്ഷേ ഇവിടെ എൻ്റെ മദറിൻ്റെ ഒക്കെ വെജിറ്റബിൾസ് കുക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ സാമ്പാർ പൊടി ഇടും. അപ്പോൾ രണ്ട് രീതിയിലും ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് രണ്ടും ഓക്കെ ആയിട്ടാണ് തോന്നിയിട്ടില്ല. രണ്ടും അത്ര ഭയങ്കര ഒരു ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇതിൻ്റെ കൂടെ ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി. കുക്കിങ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഈസിയല്ലേ. പക്ഷേ ഏറ്റവും ഡിഫിക്കൾട്ട് പാർട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കഴുകലും വൃത്തിയാക്കലുമാണ്. എൻ്റെ ഉമ്മയൊക്കെ പണ്ടെപ്പോഴും പറയും, നീ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെയോടൊപ്പം തന്നെ ആ ക്ലീനിങ് കൂടെ തീർക്കുകയാണെങ്കിൽ കുറേ ഹെക്റ്റിക്കായിട്ട് തോന്നില്ല. പക്ഷെ ഞാൻ എങ്ങനെ ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചാലും അപ്പൊക്കെ കഴുകി വെച്ചാലും കുറേ പാത്രങ്ങളുണ്ടാവും എന്നെ വെയിറ്റ് ചെയ്തിരിക്കണം കഴുകാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഒരു ക്രഷ്ഡ് രൂപത്തിലാണ്. പിന്നെ ഞാൻ ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നോർമലായിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെ എത്രത്തോളം എണ്ണയാണ് ആഡ് ചെയ്യണമെന്ന്. അതിപ്പോൾ കോക്കനട്ട് ഓയിലാണെങ്കിലും നല്ലതല്ലേ എന്ന് വിചാരിച്ച് വാരിക്കോരി ഇടുന്നൊരു പ്രവണത നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാലറീസ് വരുന്നത് ഈ എണ്ണയിൽ നിന്നാണെന്നുള്ളത് നമ്മൾ ആക്ച്വലി റിയലൈസ് ചെയ്യണില്ല. ഞാനപ്പോൾ എണ്ണയൊക്കെ എടുക്കുമ്പോൾ ഒരു 2 ടീസ്പൂൺ, ഒരു ഫാമിലിക്ക് മൊത്തത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ 2 ടീസ്പൂണിലും കൂടുതൽ എണ്ണ ഞാൻ ആഡ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ബാലൻസ്ഡ് മീലായിട്ടൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അത്ര എണ്ണ മതി. ബേബി ആപ്പിൾ കഴിച്ചാ? ഇതാ 4 പീസും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ കഴിക്ക്. മുന്തിരിയല്ല, ആപ്പിൾ. അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ശരിയാവാത്തതുകൊണ്ട് ഇതാ ഒരു പഴമൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ മോർണിംഗ് സ്നാക്കിന്ന് ആപ്പിളും ബനാനയുമാണ് ആക്ച്വലി. ആ സമയം കൊണ്ട് നമ്മുടെ ചോറും കോവക്ക ഉപ്പേരിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്.
നിങ്ങളോട് പറയാറുണ്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയിട്ട് കുക്ക് ചെയ്യരുതെന്ന്. എനിക്കാണെന്നുണ്ടെങ്കിൽ ആ ചട്ടകം വെച്ച് 2 കൊട്ട് കൊട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. വീണ്ടും ബാക്ക് ടു ക്ലീനിങ്. കണ്ട, വീണ്ടും പാത്രം നിറഞ്ഞു. എനിക്കറിയില്ല. ഇതുപോലെ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിൽ ഞാനൊരു 2-3 തേങ്ങ ഒക്കെ ചിരവി ഫ്രീസ് ചെയ്ത് വെക്കാറുണ്ട്. അത് ഇവിടെ നോർമലി എപ്പോഴും ഉമ്മൊക്കെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വീക്ക് ഡേയ്സിൽ ഈസിയാണ്. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് തേങ്ങാപ്പാലിനോ ചമ്മന്തി അരക്കാനൊക്കെ തേങ്ങ ജസ്റ്റ് എടുത്ത് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് യൂസ് ചെയ്യാൻ പറ്റും. എന്താ വരക്കണേ ബേബി? സിയ. ഇതെന്താ? തവള എവിടെ ബേബി? തള്ളാട ബേബി അല്ല, തവള എവിടെ? തവള എവിടെ? തവള മതി ബുക്ക് പിയാ. വാ നമുക്ക് മഴ കാണാം. മഴ കാണാം. മഴ നല്ല രസാ. മഴ കാണാം. ഓക്കെ ഓക്കെ. ഒരു ബട്ടർഫ്ലൈ കണ്ട അവിടെ? ആ, പൂഞ്ഞാറ്റ കണ്ട അവിടെ ദൂരെ ഒരു ബട്ടർഫ്ലൈ. പൂഞ്ഞാറ്റ. ഇന്നിപ്പോൾ ഞാൻ ലഞ്ച് ആക്ച്വലി അവന് വാരി കൊടുക്കാനുള്ള പ്ലാനായിരുന്നു. കാരണം ഫിഷ് ചാളായതുകൊണ്ട് ഇച്ചിരി മുള്ളുണ്ടാവും. അപ്പോൾ പിന്നെ തൊണ്ടയിൽ കൊടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ അവൻ റൈസ് ചില സമയം കഴിക്കില്ല. ഫിഷും ഇതും മാത്രമായിരുന്നു കഴിക്കും, വെജിറ്റബിൾസും മാത്രമായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിപ്പിക്കാൻ നോക്കി. പക്ഷെ അവന് ഒട്ടും വാരി തരാൻ താല്പര്യമില്ല. അവന് ഒറ്റക്ക് കഴിക്കണം എന്നിട്ടായിരിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് റൈസും ഫിഷും വെജിറ്റബിൾസും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് ബോൾസ് പോലെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ അവൻ കഴിച്ചു. എന്നാലും അവൻ കൂടുതൽ കഴിച്ചിട്ടുള്ളത് വെജിറ്റബിൾസും ഫിഷുമാണ്. റൈസ് കഴിച്ചത് കുറവാണ്. കഴിച്ചിട്ടുണ്ട്, കഴിച്ചില്ല എന്നല്ല, പക്ഷെ എന്നാലും ഇച്ചിരി കുറവാണ്. നമ്മളും ബേബീസ് ഫുഡ് കഴിക്കണതും നമ്മുടെ മൂഡും തമ്മിൽ ഭയങ്കര അഗാധമായിട്ടുള്ളൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അവർ നന്നായി കഴിക്കുന്ന ദിവസം നമുക്ക് നല്ല മൂഡായിരിക്കും. അവർ കഴിച്ചാൽ കുറച്ച് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് ഓഫ് ആവുന്നത് പോലെ എനിക്ക് തോന്നുന്നു എല്ലാ ഉമ്മമാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ദേഷ്യവും. ഇവർ കഴിക്കാണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നതും അവരെന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ദേഷ്യമൊക്കെ എങ്ങോട്ടോ പോകുന്ന പോലെയും അങ്ങനെ. അപ്പോൾ ഇന്നിപ്പോൾ അവൻ വെജിറ്റബിൾസ് അത്യാവശ്യം നന്നായി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ കൂടുതൽ സ്ട്രെസ് ചെയ്യാൻ നിന്നില്ല. എസ്ദുവിന് ഫുഡ് കൊടുത്തതിന് ശേഷം ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള റാഗി ദോശക്ക് റാഗിയും ഉഴുന്നും വെള്ളത്തിലിട്ട് വെക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ റാഗി ഉഴുന്ന് ഒരു നുള്ളു ഉലുവയും കൂടിയിട്ട് കുതിരാൻ വേണ്ടിയിട്ടൊരു 4-5 മണിക്കൂർ വെക്കാം. ഇതാണ് എൻ്റെ ലഞ്ച്. കാലറി ഡെഫിസിറ്റിലാവുമ്പോഴും ഞാൻ നോർമൽ ചോറും കറികളൊക്കെ തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് 100 ഗ്രാം റൈസും 200 ഗ്രാം വെജിറ്റബിൾസും 100 ഗ്രാം ഫിഷുമാണ്. ഫിഷ് ഞാൻ എയർ ഫ്രൈയാണ് ചെയ്തത്. ഉച്ചക്കലത്തെ ഭക്ഷണത്തിന് ശേഷം ഒരു 2 to 3 hours എങ്കിലും ഉറങ്ങാറുണ്ട്. ഈ ഒരു നാപ്പ് ശരിക്കും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബേബീസിന് ആക്ച്വലി ഒരു 11 to 14 hours എങ്കിലും അവർ ഈ ഒരു പ്രായത്തിൽ ഉറങ്ങണം എന്നാണ്. നമ്മളിപ്പോൾ ഒരു 7 to 8 മണിക്കൂറൊക്കെ ഉറങ്ങുന്ന പോലെ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ 11 to 14 hours. അപ്പോൾ ഈ ഒരു ഉറക്കം ആക്ച്വലി അവരുടെ ആ ഒരു ക്രാങ്കിനെസ് കുറക്കാനും അവരുടെ ആ മൂഡ് ഓഫ് കുറക്കാനൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ല ഫ്രഷ് മൂഡിലായിരിക്കും അവർ എണീക്കുക. മോൻക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാറ് നേന്ത്രപ്പഴം വാട്ടിയതാണ്. അപ്പോൾ നേന്ത്രപ്പഴം നല്ല ഹോം മെയ്ഡ് ഗീയിൽ വാട്ടിയിട്ട് അങ്ങനെയാണ് കൊടുക്കാറ്. നേന്ത്രപ്പഴം നല്ലൊരു കാർബ് സോഴ്സാണ്. അപ്പോൾ അവർക്ക് നല്ല എനർജിക്കൊക്കെ നല്ലതാണ്. അതുപോലെ ഈ നെയ്യ് നല്ലൊരു ഹെൽത്തി ഫാറ്റാണ്. അപ്പോൾ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഹെൽത്തി ഫാറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് നല്ല നട്ട്സിൽ നിന്ന് കിട്ടും. അതുപോലെ തേങ്ങാപ്പാൽ, വെളിച്ചെണ്ണ,
ഇങ്ങനെയുള്ള ഹെൽത്തി ഫാറ്റ്സ് അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അവക്കാഡോ അതൊക്കെ ഭയങ്കര നല്ലതാണ്. ഉച്ചക്ക് റൈസ് അത്ര അധികം അവൻ കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ. അപ്പോൾ ഈ ഒരു പഴം വാട്ടിയത് മൊത്തം അവൻ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് പാലും കുടിച്ചപ്പോൾ ആൾ ഏകദേശം ഫുള്ളായി. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ എല്ലാ മീൽസും അവർ നന്നായി കഴിക്കണമെന്നില്ല. പക്ഷേ ഏതെങ്കിലുമൊക്കെ മീൽസ് അവരങ്ങനെ കോമ്പൻസേറ്റ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. അയ്യോ ഉച്ചക്ക് ചോറ് അധികം കഴിച്ചില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് സ്ട്രെസ് ചെയ്യണതിന് പകരം അത് കോമ്പൻസേറ്റ് ചെയ്യാൻ അവർ വേറെ ഏതെങ്കിലും മീൽ നന്നായി കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ എല്ലാ ബേബീസും ഒരേപോലെ ആവില്ല കേട്ടോ. ചില ബേബീസ് ഈ പറഞ്ഞ പോലെ ഒരു നേരവും നന്നായി കഴിക്കാത്ത കുട്ടികളുണ്ടാവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കൺസേൺഡ് ആവും. അതുപോലെ തന്നെ അവർ നേച്ചറായിട്ട് സ്പെൻഡ് ചെയ്യണതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ സ്റ്റഡീസൊക്കെ പറയണത് എന്താണെന്നറിയോ, നേച്ചറായിട്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ബേബീസ് ഭയങ്കര കാമായിരിക്കും, അവർ കുറച്ചും കൂടെ ശാന്തശീലരായിരിക്കും എന്നാണ് പറയണത്. പക്ഷേ ഇവൻ്റെ കേസിൽ അവൻ അത്ര ശാന്തനൊന്നുമല്ല. എന്നാലും ഭയങ്കര വാശിയൊന്നും എനിക്കിതുവരെ അവനെ ഫീൽ ചെയ്തിട്ടില്ല. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഞാൻ എൻ്റെ ഈവനിങ് സ്നാക്കായിട്ട് ചായ എടുത്തിട്ടുള്ള ചായയിൽ ഒരു ഡ്രോപ്പ് സ്റ്റീവിയും ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുടിക്കാൻ. നല്ല മഴ, നല്ല ചായ. ഇപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഞാൻ 2 മുട്ട, അതിൻ്റെ മുകളിൽ ഇച്ചിരി കാരമലൈസ്ഡ് ഒണിയൻ ഇട്ടിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ആ ഒരു ഫ്ലേവർ. പിന്നെ ഇതും ബ്രെഡും ചീസൊക്കെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ തന്നെ പാലും റോബസ്റ്റും ഡേറ്റ്സൊക്കെ വെച്ചിട്ടൊരു ഷേക്കും ഉണ്ടാക്കുന്നുണ്ട് കുടിക്കാനായിട്ട്. കണ്ടില്ലേ, അബ്ബ എന്തെങ്കിലും കഴിക്കണതുകൊണ്ട് അവനക്കും കഴിക്കണം. അപ്പോൾ അവനും കുറച്ച് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ജ്യൂസ് കുടിക്കണം. എനിക്കിനി മാവ് അരക്കാനുണ്ട് ദോശക്കുള്ള. ഓൾമോസ്റ്റ് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി ദോശക്കുള്ള മാവും കൂടെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ രാത്രി ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഈ ദോശയുടെ മാവ് അരച്ച് വെച്ച് ക്ലീനിങ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ ക്ലോസ് ചെയ്യും. ഈ രാത്രിയത്തെ പാത്രം കഴുകുന്ന സമയം നമ്മൾ ആക്ച്വലി എൻജോയ് ചെയ്യണ ഒരു ടൈമാണ്. അന്നത്തെ കഥകളൊക്കെ പറയാനും ഡിസ്കസ് ചെയ്യാനൊക്കെ ഉള്ളൊരു സമയമാണത്. അപ്പോൾ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എസ്തു ഓരോന്ന് ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ഫ്രൂട്ട്സ് കൊട്ടൊക്കെ എടുത്ത് അതിലത്തെ ഫ്രൂട്ട്സൊക്കെ മാറ്റി അതിലവൻ്റെ ടോയ്സൊക്കെ നിറച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവനും. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തൊക്കെ ചേഞ്ചസാണ് വരുത്തേണ്ടതെന്നുള്ളതും ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് കാണണ്ടേന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് ഇനി വേറൊരു ദിവസം വരാം. ബൈ.